പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസിൻ്റെ അഭിഷേകത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ദിവ്യകാരുണ്യനാഥനായ യേശുവിൻ്റെ മുൻപിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് കർത്താവ് നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. ഓരോ കുടുംബങ്ങളിലേക്ക് കർത്താവ് തൻ്റെ ആത്മാവിനെ അയക്കുകയാണ്. ഈ വചനം കേൾക്കുന്നവരുടെ തലയുടെ മുകളിൽ കർത്താവ് തൻ്റെ വലതുകരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതായി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരെല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും, ശത്രുക്കളിൽ നിന്ന് മോചനം കൊടുക്കുന്നതായി കാണുന്നുണ്ട്. ഇസ്രയേൽ ദേശത്ത് മേഘസ്തംഭമായി, അനുഗ്രഹമായി കർത്താവിൻ്റെ ശക്തി അവരുടെ മേൽ വ്യാപരിച്ചതുപോലെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെ മേൽ വിമോചനത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, ദൈവകൃപയുടെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുക. മക്കളെ, നിങ്ങളുടെ നിരാശകളുടെ മേൽ കർത്താവ് ഇടപെടുന്നു. നിങ്ങളുടെ ഭയത്തിൻ്റെ മേൽ കർത്താവ് ഇടപെടുന്നു. നിങ്ങളുടെ രോഗത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് ഇടപെടുന്നു. നിങ്ങളുടെ മക്കളുടെ അഡ്മിഷൻ്റെ കാര്യങ്ങളിൽ കർത്താവ് ഇടപെടുന്നു. നിങ്ങളുടെ മക്കളുടെ മത്സര പരീക്ഷകളുടെ മേൽ കർത്താവ് ഇടപെടുന്നു. പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന വിദ്യാർത്ഥികളെ കർത്താവിൻ്റെ ആത്മാവ് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളിൽ ആവസിക്കുന്നു. അസാധാരണമായ ബുദ്ധിയും വിവേകവും ജ്ഞാനവും ആത്മവിശ്വാസവും ധൈര്യവും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. മദ്യത്തിൽ നിന്ന് വിടുതൽ, ലഹരിയിൽ നിന്ന് വിടുതൽ, തെറ്റായ ബന്ധങ്ങളിൽ നിന്നുള്ള വിടുതൽ, പാപത്തിൻ്റെ ആ തഴക്കദോഷങ്ങളിൽ നിന്നുള്ള വിടുതൽ. ചിലർ ആഗ്രഹിച്ചിട്ടും അതിൽ നിന്ന് പിന്മാറാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. തെറ്റായ ബന്ധങ്ങൾ, തഴക്കദോഷങ്ങൾ. അവരാഗ്രഹിക്കും, യേശുവേ ഞങ്ങൾ അതിലടിമപ്പെടില്ല. പക്ഷേ അത് അവർക്ക് ഉപേക്ഷിക്കാനാവാത്ത വിധത്തിലുള്ള ബന്ധനം, ആ കെട്ടുകളാണ് ഇന്ന് ഈശോ അഴിക്കുന്നത്. കാരണം കുടുംബത്തെ രക്ഷിക്കാനാണ്, മക്കളെ രക്ഷിക്കാനാണ്. പുതിയ അനോയിൻറ്റിങ്ങും പുതിയ അനുഗ്രഹങ്ങളും പുതിയ കൃപകളും പുതിയ വരങ്ങളും നിങ്ങൾക്ക് നൽകുക. കർത്താവിൻ്റെ ആത്മാവിൽ നിങ്ങൾ ആശ്രയിക്കുക. ഈ ദിവസം മുഴുവൻ ഈ ദിവ്യകാരുണ്യ നാഥനിലേക്ക് നിങ്ങളെ സമർപ്പിക്കുക. കെട്ടുകളെല്ലാം പൊട്ടട്ടെ, ബാധകളെല്ലാം ഒഴിയട്ടെ. ആദിവ്യാധികളും സംശയങ്ങളും ശത്രുക്കളും കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും സാത്താൻ സേവകളും നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന നെഗറ്റീവ് എനർജികളും നിങ്ങളുടെ പ്രയത്നങ്ങളെ തടസ്സപ്പെടുത്തുന്ന തിന്മകൾ, വ്യക്തികൾ, നിങ്ങളുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്ന ബന്ധനങ്ങൾ, അഹങ്കാരങ്ങൾ, തലക്കനങ്ങൾ, കലഹങ്ങൾ, നിങ്ങളുടെ സ്ഥലത്തിൻ്റെ കച്ചവടം മുടക്കുന്ന ദുഷ്ടശക്തികൾ ഇന്ന് തകർക്കപ്പെടുക. നിങ്ങളുടെ മക്കളുടെ കല്യാണം തടസ്സപ്പെടുത്തുന്ന തിന്മകളെ കർത്താവ് ഇന്ന് ബഹിഷ്കരിക്കുക. ജോലിയെ തടസ്സപ്പെടുത്തുന്നത് നിങ്ങളുടെ പേപ്പറുകൾ ഏതെങ്കിലും ഓഫീസിൽ അതിൻ്റെ അനുഗ്രഹത്തിനായി ഇരിപ്പുണ്ടെങ്കിൽ അവിടെ തടസ്സങ്ങളെല്ലാം മാറുക. വിസയുടെ തടസ്സങ്ങളുടെ മേൽ, ജോലിയുടെ തടസ്സങ്ങളുടെ മേൽ എല്ലാം കർത്താവ് ഇടപെടുക. ആത്മാവി ഇന്ന് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം. രോഗികൾ ഇന്ന് സൗഖ്യം പ്രാപിക്കണം. ക്യാൻസർ രോഗികൾ, അലർജി രോഗികൾ, തുമ്മലുള്ളവർ, നട്ടെല്ലിന് രോഗമുള്ളവർ, കാല് രോഗമുള്ളവർ, വാതരോഗമുള്ളവർ, ക്യാൻസർ, ട്യൂമർ, വയറുവേദന, ലിവറിൻ്റെ രോഗങ്ങൾ, ശരീര തളർച്ചകൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, പെട്ടെന്ന് കിതപ്പ്, അപസ്മാരങ്ങൾ യേശുനാമത്തിൽ ഇന്ന് വിട്ടുമാറണം. ഈശോയേന്ന് വിളിച്ചാൽ മതി. വിശ്വാസത്തോടെ വിളിക്കണം. അബ്രഹാം വിശ്വാസത്തിൻ്റെ പിതാവായിരുന്നു. അതേ വിശ്വാസത്തോടെ അബ്രഹാമിൻ്റെ ദൈവമേ, ഇസ്ഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ എന്ന് ഇസ്രായേൽ ജനം വിളിച്ചുവെങ്കിൽ
പ്രിയപ്പെട്ട മക്കളെ, ആ ദൈവത്തെ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ് ആബാ, അപ്പച്ച എന്ന് വിളിച്ചിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ആ ഒരു അഭിഷേകം, ആ ഒരു അനുഗ്രഹം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. ശരീരത്തിൻ്റെ കെട്ടുകൾ, ആത്മാവിൻ്റെ കെട്ടുകൾ, സമ്പത്തിൻ്റെ കെട്ടുകൾ, കുടുംബത്തിൻ്റെ കെട്ടുകൾ, പറമ്പിൻ്റെ കെട്ടുകൾ, തൊഴിൽ മേഖലയിലെ കെട്ടുകൾ, സ്ഥാപനങ്ങളുടെ മേലുള്ള കെട്ടുകൾ യേശു നാമത്തിൽ ഇന്ന് ബഹിഷ്കരിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ച വചനഭാഗം എന്ന് പറയുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 4-ാം അധ്യായം 17-ാമത്തെ തിരുവചനമാണ്. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. ഈ വചനമാണ് ഇന്ന് നിങ്ങൾക്ക് ഡെലിവറൻസ് നൽകുന്നത്. ഈ വചനം ശ്രദ്ധയോടുകൂടി കേട്ട് ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കെട്ടുകളെല്ലാം പൊട്ടിപ്പോകുക, ബന്ധനങ്ങളെല്ലാം കരിഞ്ഞ ചണനൂൽ പോലെ ചിതറപ്പെടുക, ആദിവ്യാധികളെല്ലാം കരിഞ്ഞ ചണനൂൽ പോലെ ചിതറപ്പെടുക. വചനം നമുക്ക് ശ്രദ്ധയോടുകൂടി കേൾക്കാം. ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. പൗലോസ് വാഗ്ദാനവും വിശ്വാസവും എന്ന അധ്യായത്തിലാണ് ഇത് പറയുന്നത്. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് നിയമം മുഖേന അല്ല, വിശ്വാസ നിമിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാമിന് നമുക്ക് ഒരടയാളമായിട്ട് തരിക. വിശ്വസിക്കുന്നവരുടെ മേലാണ് അടയാളങ്ങൾ സംഭവിക്കുന്നത്, അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്, രോഗശാന്തികൾ നടക്കുന്നത്, ഡെലിവറൻസ് നടക്കുന്നത്. അതിനാൽ ഇതാ അബ്രഹാമിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്, ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വവും നൽകുന്നവന്റെ മുമ്പിൽ അവൻ വിശ്വാസം അർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. പ്രിയപ്പെട്ട മക്കളെ, മരിച്ചവരെ പോലെ ജീവിക്കുന്ന, ഇരുട്ട് ബാധിച്ച് ഇനി എനിക്ക് പ്രത്യാശയില്ല, ഇനി എനിക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് പ്രത്യാശ കൊടുക്കുന്ന, ജീവൻ കൊടുക്കുന്ന, കടങ്ങളെ ബന്ധിക്കുന്ന, പുതിയൊരു അഭിഷേകം തരുന്ന, തൊഴിൽ മേഖലകളെ എടുത്ത് ഉയർത്തുന്ന, തൊഴിൽ സംരംഭങ്ങൾ എടുത്ത് ഉയർത്തുന്ന, കൺസ്ട്രക്ഷൻ കാര്യങ്ങളിൽ ഇടപെടുന്ന ആ കർത്താവിന് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. മക്കളെ, അബ്രഹാമിനെ പോലെ വിശ്വാസത്തിൻ്റെ മക്കളായിട്ട് നമുക്ക് മാറാം. പരിശുദ്ധാത്മനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏക കർത്താവും ഏക ദൈവവുമായി ദൈവമേ അങ്ങേ ഞങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഈ മക്കളെല്ലാവരും എൻ്റെ പൗരോഹിത്യത്തോട് ചേർന്ന് ഏറ്റുപറയുന്നു. അവിടുന്ന് ഈ മക്കളുടെ എല്ലാ പാപങ്ങളും അവിടുത്തെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് കുരിശിൽ കയറി ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലിയായെന്ന് ദൃഢമായി ഞാൻ വിശ്വസിച്ചേറ്റു പറയുന്നു. ഈ വിശ്വാസത്തിൻ്റെ ശക്തിയാൽ, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഈ മക്കളുടെ വീട്, പറമ്പ്, തൊഴിൽ മേഖല, നിയോഗങ്ങൾ പൊതിയപ്പെടട്ടെ. ഈ മക്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ നാരകീയ ശക്തികളും, അന്ധകാര സേനകളും, ദുഷ്ടാത്മ സംഘങ്ങളും, പൈശാചിക വ്യൂഹങ്ങളും യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ നിർവീര്യമായി പോകട്ടെ. പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നവർക്ക്, വിശ്വാസത്തിന് തടസ്സമാകുന്നവർക്ക് എല്ലാ ശല്യങ്ങളും തടസ്സങ്ങളും രോഗങ്ങളും ഇന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കൂടോത്രങ്ങളെ, നാരകശക്തികളെ, അന്ധകാര സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ ഈ വചനം കേൾക്കുന്ന മക്കളിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കാൽവരി മലയിലെ കുരിശൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഇനിമേലിൽ ഈ മക്കളെ തൊട്ടുപോകരുതെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. എല്ലാ ബന്ധനങ്ങള്, എല്ലാ തിന്മകള്, എല്ലാ ആദിവ്യാധികള്, രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ മക്കളിൽ നിന്ന് അഴിഞ്ഞു പോകട്ടെ. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസത്തെ ശുശ്രൂഷ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദേവാലയത്തിൽ രാവിലെ 6:45 കുർബാന, അന്തോനീസിനാണെന്ന നൊവേന, തുടർന്ന് ഈശോയെ എഴുന്നള്ളിച്ച് വയ്ക്കും, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കും, എന്നിട്ട് മധ്യസ്ഥ പ്രാർത്ഥന, അതോടൊപ്പം തന്നെ കൗൺസിലിങ്ങിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. തുടർന്ന് 10 മണിക്ക് വളരെ അധികം ശബ്ദമില്ലാത്ത വിധത്തിൽ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന. പാട്ടുകാരൊന്നും ഉണ്ടാവില്ല, കാരണം നമുക്ക് സ്കൂളുകൾ തൊട്ടടുത്തുള്ളത് കൊണ്ടാണ്. എന്നാൽ അതിനുശേഷം വീണ്ടും മധ്യസ്ഥ പ്രാർത്ഥന, വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 കുർബാന. തുടർന്ന് പ്രിയപ്പെട്ട മക്കളെ, അന്തോനീസ് പുണ്യാളൻ്റെ മാധ്യസ്ഥ യാചിച്ചുകൊണ്ട് അച്ഛൻ്റെ പൗരോഹിത്യം ഉപയോഗിച്ച് വൈകുന്നേരം 6 മണി മുതൽ 8:30 മണി വരെ അസാധാരണമായ ശുശ്രൂഷ. നിങ്ങളെല്ലാവരെയും സാധിക്കുന്നവരെ ഈ അത്ഭുത പള്ളി കാണാൻ വേണ്ടി ക്ഷണിക്കുക. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ റോമൻ കത്തോലിക്ക പള്ളി 1498 കേരള സഭയെ മുഴുവൻ റോമൻ കത്തോലിക്ക സഭയാക്കി മാറ്റിയതിന് ആരംഭം കുറിച്ച പള്ളി. ആ പള്ളി കാണാനും പ്രാർത്ഥിക്കാനും നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. കോഴിക്കോട് ബീച്ചിനടുത്താണ്, വലിയ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൻ്റെയും ജില്ലാ കോടതിയുടെയും അടുത്തുള്ള കോൺവെന്റ് റോഡിലാണ് ഈ പള്ളിയുള്ളത്. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.